പത്തനംതിട്ട ആറന്മുളയിൽ വീണ്ടും വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറുകയാണ്. നേരത്തെ ഇത്തരത്തിൽ പറഞ്ഞതുപോലെ തന്നെ റാന്നിയിൽ വെള്ളം ഉറങ്ങുന്നുണ്ട്. ആറന്മുളയിൽ വീണ്ടും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാർട്ടിൻ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മാർട്ടിൻ, ആറന്മുളയിൽ ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അനീഷ, ഇപ്പോൾ അനീഷയ്ക്ക് കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ മുട്ടോളം വെള്ളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രാവിലെ നമ്മൾ ഒരു 7 മണിയോടുകൂടി വരുമ്പോൾ ഇവിടെ വെള്ളമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. വെള്ളമില്ലായിരുന്നു, ഈ പ്രദേശത്തെല്ലാം വെള്ളം ഇറങ്ങിയൊരു സാഹചര്യമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം നോക്കുമ്പോൾ പൊങ്ങിയിരിക്കുന്നു. ഇനിയും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് അപ്പുറത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും വെള്ളം അവിടുന്ന് ഒഴുകി ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. മാത്രം ഇനിയും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. 40ഓളം ആളുകൾ ഇപ്പോഴും ആ പ്രദേശത്ത് ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോയ ബോട്ടിലെ ആളുകളോടും മത്സ്യബന്ധന തൊഴിലാളികളോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ നിരവധി ആളുകൾ ഇപ്പോഴും ഏതാണ്ട് 40ഓളം ആളുകൾ ഇനിയും ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് അവരും പറയുന്നത്. കാരണം അവർ ബോട്ടിലേക്ക് കയറും, നിങ്ങളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കാമെന്ന് പറയുമ്പോൾ താല്പര്യമില്ല, ഞങ്ങൾ വെള്ളം ഉടനെ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പല ആളുകളും അവിടെ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ആറന്മുളയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നലെ രാവിലെ വരെ ഈ പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി, വൈകുന്നേരത്തോടുകൂടി ഈ പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിയതാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും മഴ പെയ്യുകയും മൂഴിയാർ ഡാം തുറന്നു വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രജീഷ് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയത്. തീർച്ചയായിട്ടും റാന്നിയിലെ ഈ പമ്പയാറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തീർച്ചയായിട്ടും എത്തുന്നത് നമ്മുടെ ഈ ആറന്മുളയിലാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ആറന്മുള പ്രദേശം എന്ന് പറയുന്നത് വലിയ പാടങ്ങളും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ്. ഈ പ്രദേശങ്ങളിലേക്കാണ് ഈ വെള്ളം എത്തുന്നതും ഈ പ്രദേശങ്ങളിലേക്കാണ് വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുക ഈ വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രളയം ഉണ്ടാവുകയും പമ്പയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്യുമ്പോൾ ഇത്തരം പ്രദേശങ്ങളിലേക്ക് വെള്ളം നിറയുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള പെയ്ത മഴയിൽ, അതായത് തുടർച്ചയായിട്ട് പെയ്ത മഴയിൽ ഈ പ്രദേശങ്ങൾ നിറയുകയും വീണ്ടും വെള്ളം വരികയും ചെയ്തതോടുകൂടിയാണ് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിരവധി വീടുകൾ കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു ക്യാമ്പിലും കൂടെ പോയിരുന്നു. അപ്പോൾ അവിടെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ കൂടുതലായ ആളുകൾ എത്തിയിരുന്നു. ഇന്നലെ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ 85 പേർ മാത്രമായിരുന്നു ആ ക്യാമ്പിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും ഏതാണ്ട് 250-ലധികം ആളുകൾ, അതിഥി തൊഴിലാളികൾ അടക്കമുള്ള 250-ലധികം ആളുകൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി കണ്ടിട്ടാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ 15ഓളം ക്യാമ്പുകൾ ആറന്മുളയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത. ഇനിയും മഴ പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇനിയും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് അതിഭീകരമായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ആളുകളോട് മാറി താമസിക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം പലരും പ്രായമായിട്ടുള്ള ആളുകളാണ്. വീട് ഉപേക്ഷിച്ച് പോരുന്നതിനടക്കമുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അവരെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മത്സ്യബന്ധന തൊഴിലാളികളോടും മറ്റ് ഫയർഫോഴ്സ് സംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം തന്നാൽ മതി എന്ന് പറയുകയും എന്നാൽ ബോട്ടിൽ അവർ കരുതിയിരുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കുകയും ചെയ്തൊരു സ്ഥിതിയാണുള്ളത്. അത്തരത്തിൽ അവർ വീടുകളിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2 ബോട്ടുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ബോട്ട് അവിടേക്ക് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഏത് സാഹചര്യം നേരിടാനുള്ള ഒരു സജ്ജീകരണം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. എങ്കിലും ഈ പ്രദേശങ്ങളിൽ വെള്ളം നിറയുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും കലക്കവെള്ളമാണ് ഈ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് മുമ്പ് രജീഷ് പറഞ്ഞിരുന്ന ആറന്മുളയിൽ ഇറങ്ങുന്ന വെള്ളം തീർച്ചയായിട്ടും എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തേക്കാണ്. ഈ കലങ്ങി മറിഞ്ഞൊഴുകി വരുന്നൊരു വെള്ളമാണ്. അതിരൂക്ഷമായിട്ടുള്ള മാലിന്യം ഉൾപ്പെടെ ഉള്ളവ കലർന്നൊരു വെള്ളമാണ് ഉള്ളത്. ആവശ്യത്തിന് മരുന്നുകൾ എത്തിക്കുന്നുണ്ട് എന്നുള്ളതും പ്രതിരോധ മരുന്നുകൾ എത്തിക്കുന്നുണ്ടെന്നുള്ളതും ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ജനപ്രതിനിധികളും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഇവിടെ കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട് എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു സഹകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തീർച്ചയായും പൂർണ്ണമായ അർത്ഥത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ
അധികം ആളുകളെ ഇവിടെ നിന്നും ഈ പ്രദേശങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആളുകൾ കരുതിയിരുന്നത് ഉടൻ തന്നെ വെള്ളം ഇറങ്ങുമെന്നുള്ളൊരു ആശ്വാസത്തിലാണ് പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രദേശങ്ങളിൽ തങ്ങിയിരുന്നത്. എന്നാൽ അർദ്ധരാത്രിയോടുകൂടി മഴ പെയ്യുകയും ഈ പ്രദേശങ്ങളിൽ ഡാം തുറന്നു വിടുകയും ചെയ്തതോടുകൂടി കൂടുതൽ വെള്ളം ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പല ആളുകളും ഇന്ന് തന്നെ ഇവിടേക്ക് തിരിച്ചു വരികയും ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എത്തിയ ബോട്ടുകളിലും വള്ളങ്ങളിലും പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതും മറ്റൊരു വലിയൊരു വസ്തുത തന്നെയാണ്. എന്തായാലും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ വലിയ തോതിൽ തന്നെ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എങ്കിലും ഇനിയും ആശങ്കപ്പെടേണ്ട സാഹചര്യം ആറന്മുളയിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ 5 മിനിറ്റിനുള്ളിൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു സംസാരിച്ചു വന്നു. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ പോലും അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇവിടെ വെള്ളം പൊങ്ങി വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നു, എൻ്റെ മുട്ടോളമായിരുന്നു ആദ്യം വെള്ളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ വരുമ്പോൾ പാദം പോലും നനയാൻ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇത്ര വലിയൊരു സാഹചര്യം ഉണ്ടാകുക, വെള്ളപ്പൊക്കം ഉണ്ടാകുക ചെയ്യുന്നത്. ഈ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്, കോഴഞ്ചേരി റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൽ രാവിലെ എല്ലാം വെള്ളം വറ്റിപ്പോയിരുന്നത്. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോൾ ആറന്മുളയിലൊരു സാഹചര്യം. ഇനിയും മഴ പെയ്യാനുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ മഴ പെയ്താൽ ആറന്മുളയിലെ കാര്യം വീണ്ടും കഷ്ടമാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അനീഷ.